ഹലോ മൈ സബ്സ്ക്രൈബർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒ പി ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ലെവലിൻ്റെ പാർട്ട് 2 വീഡിയോ കളിക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നമ്മളത് കളി തുടങ്ങിയാണ്. ഇതെന്തോരോ ഉണ്ടകളായിരുന്നു. ചാടി കടന്ന് പോകേണ്ടി വരും, അല്ല ഇപ്പം നടക്കൂല. ഇവിടെ 3 അവിടെ ഇപ്പത്തെ കാട്ടുക അറിയില്ല. ഒന്ന് 3 വരുന്നിടത്തുനിന്നൊക്കെ എന്താ കേട്ടാ, 3 വരുന്നിടത്തുനിന്ന് അങ്ങനെ ചാടി കിടക്കുക പറ്റൂലല്ലോ. പിന്നെ ഇപ്പം എന്താ കാട്ടുക? അപ്പൊ 3 വരുമ്പോ നമ്മൾ നേരെ അവിടുന്ന് മാറി കയറി നിന്നാ മതി. അത് അവിടുന്ന് 3 വരുന്നത്. എടാ അവിടെ തുറക്കേനി, വെറുതെ ഇങ്ങോട്ട് എടുത്ത് ചാടി. ഒന്ന് റെഡി ആവണില്ലത്. അപ്പൊ 3 വരുന്നേ. അപ്പൊ അവിടെ തുറക്കും, നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയാണ് പോവാ. ഇതാ 3 വരുന്നേ. ഇതെന്തായാലും 3 നമുക്ക് ചാടി കിടക്കാൻ പറ്റൂല, അതുകൊണ്ടല്ലേ. ഈ ലേലിന് എന്താ ഇനി നിക്കാടാ? എന്താ സംഭവിച്ചേ? ഇതൊന്ന് വരുന്നേ ചാടി കിടന്ന്. അവിടെ ഓരോ കട്ട പൊട്ടിച്ചണല്ലോ, അങ്ങനെ ഇടിച്ച് കണ്ട് ഈസി. ഒറ്റ കട്ടയും കൂടി. ആടാ ആ കട്ട പൊട്ടിയില്ല. ഇനി എന്താ കാട്ടുക? പൊട്ടുവോ? പൊട്ടി. ഇതൊക്കെ എന്ത് ഇതിനിപ്പെന്താ? ഇതിമോ എല്ലാ കളിയിലും ഉണ്ടല്ലോ. തീർന്ന് നമ്മളെന്താ ചാടാത്ത്? നമ്മളെന്താ ചാടാഞ്ഞോടുന്ന്? അവിടെ അല്ല ഇപ്പൊ നമുക്ക് അടിയിക്ക് പോവാനുള്ളത്. അവിടെ അല്ല നമ്മൾ ചാടേണ്ടത്, അടിയിക്ക്. ഇത് കണ്ടില്ലേ, അവിടുന്ന് ചാടണില്ല, നേരെ അടിയിക്ക്. നമ്മൾ ചാടണ ഭാഗം ഹൈഡ് ചെയ്ത് വെച്ചു. ചത്തി. നേരെ പോയിക്കാണ്ട് അവിടുന്ന് ചാടുക, സ്പോട്ടിൽ അങ്ങോട്ട് ഓടുക. ഞാൻ വിചാരിച്ച് തട്ടി, നമ്മൾ പിന്നെയും ചത്തെന്ന് വിചാരിച്ച്. അത് ഈ ഡോർ പോയ സ്പോട്ടിൽ തന്നെ വന്നു. ഈ ലെവല് നമ്മളെടുത്ത്. ഇനിയിപ്പോൾ ഈ ലെവലിപ്പോൾ എന്താ? എടാ നമ്മൾ തൂക്കിയല്ലോ. ഈ ലെവൽ എന്താന്ന് വെച്ചാണെങ്കിലേ, അത് നമ്മൾ ടാർഗറ്റ് ചെയ്ത് തരുവാണല്ലോ. അപ്പോൾ നമ്മൾ ചാടി ആ മിസൈൽ വന്ന് നമ്മൾ മുട്ടുമ്പോഴത്തിന് നമ്മൾ നേരെ അങ്ങോട്ട് അപ്പുറത്തേക്ക് കിടക്കണം. പെട്ടെന്നാവോ? പെട്ടെന്ന് കയറി തീരുന്നില്ലല്ലോ, എന്തത്? എന്താ അപ്പോൾ നമ്മൾ ഈ ലെവലും തിരിച്ച്. ഇനിയിപ്പോൾ ഈ ലെവലിന് ഇപ്പം എന്താ കാട്ടുക? ഇതിപ്പോൾ എന്താ സംഭവം? എടാ അത് അടുത്ത മിസൈല്. ഇതൊക്കെ നമ്മൾ ചേസ് ചെയ്ത് വരികയാണ്, അതാണ് പ്രശ്നം. നമ്മൾ ചേസ് ചെയ്ത് വരിക. ഡോറ് തുറന്ന് ചാടി നേരെ രക്ഷപ്പെട്ടാൽ മതി. പക്ഷെ ചാടിയിട്ടാണ്ട് എത്തണില്ല. ഇതിൽ കുറച്ച് റിസ്ക്കാണ്. നമ്മൾ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കിയാണ്. കുറച്ച് തോനെ ഫാസ്റ്റ് ആക്കിയിരിക്കണേ. ഇത് മെല്ലെ കാണുകയാണെങ്കിൽ തോനെ സമയം എടുക്കും. ഈ ലെവല് കുറച്ച് റിസ്ക്കാണ്. എന്നാൽ നമ്മൾ കളിച്ചു, അത്രേ ഉള്ളൂ. റിസ്ക് ഒന്നും നോക്കണില്ല. ലെവലെത്ര റിസ്ക് ആയിരുന്നു കളിച്ചണ്ടേ. അത് നമ്മൾ ഈ ലെവൽ അങ്ങനെ ജയിച്ചിക്കണേ. അതെ, നമ്മൾ അടുത്ത ലെവൽ സ്റ്റാർട്ട് ചെയ്തേക്കണേ. ഇതെന്താണ് തുടക്കത്തിൽ തന്നെ ചാടിക്കണതാണല്ലോ. അപ്പം എല്ലായിടത്തും അറിയില്ല, എല്ലായിടത്തും തോന്നുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ തട്ടാതെ അങ്ങനെ ഉണ്ട് ചാടി കിടക്കാനാ. അതന്നെ
ഓവർ പണിയില്ലാതെ അങ്ങനെ ചാടി ചാടി പോകണ്ടേ ഇത്. ഓ എന്തോ ആയും നമ്മളത് ആ റൗണ്ട് ജയിച്ച് കഴിഞ്ഞപ്പോൾ ഈ റൗണ്ടൊന്നും കുഴപ്പമില്ല അല്ലേ, കുഴപ്പമില്ല, ഈസിയായി കളി എടുക്കാം. ചാടി ചാടി വെറുതെ ആ ഡോറിൻ്റെ അവിടെ ഡോറിൻ്റെ അടുക്കല്ലേ, ഇതൊക്കെ നമുക്ക് ഈസിയായി കണ്ടെടുക്കാം. എൻ്റെ പൊന്നെ, അപ്പോൾ തന്നെ നമ്മൾ അടിക്ക് പോയിനി. ഈ റൗണ്ടും ഈസിയാണ്, കാരണം ഓരോ ബട്ടണിനൊക്കെ ചാടുമ്പോൾ നമ്മളെ ചാടണതിൻ്റെ ഫാസ്റ്റ് കുറയും. എടാ ഇത് ലാസ്റ്റ് എന്ത് പണിയാ തരുന്നേ, ഒന്നും മനസ്സിലാവണില്ല. ആ ബട്ടണ് എനിക്ക് തോന്നിക്കണേ ചാടി തല മുട്ടിയിൽ ഏകദേശം അങ്ങനെ ചാടിക്കാണ്ട് നമ്മൾ പൊട്ടുന്നു, മുള്ളവും തട്ടി കണ്ട്. ഇതെന്താ ഞാൻ ചാടാതെ തന്നെ ചാടണേ, ശ്രദ്ധിക്ക്, ഞാൻ ചാടാതെ തന്നെ ചാടുക. നോക്കി, ഞാൻ ചാടണില്ല. എന്താ ഞാൻ ചാടാതെ തന്നെ വെറുതെ ഒന്ന് ചാടുക, എന്താ എന്താ അങ്ങനെ? ഫോണിൻ്റെ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, ഫോണിന് കുഴപ്പമൊന്നുമില്ല, അത് എല്ലാ റൗണ്ടും ഇപ്പം ഇങ്ങനെ ആവില്ലല്ലോ. എന്തിപ്പം അങ്ങനെ? അറിയില്ല. നമ്മളിതാ ചാടി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. നമ്മൾ നൈസായി കണ്ട ആ റൗണ്ട് കൊടുത്ത് ഈ റൗണ്ട് മനസ്സിലായി, ഈ റൗണ്ട് മനസ്സിലായി. ഓ പിന്നെ കട്ട പിന്നെ വെറുതെ എന്തിനാപ്പോൾ അവിടെ വെച്ചിക്കണേ, പിന്നെ അവിടെ നിന്ന് നേരെ ചാടുക. ഓ സൺഡർക്കും ചാടാൻ പറ്റൂലേ, എന്തത് സൺഡർക്ക് ചാടാൻ പറ്റൂല. അടാ അവിടെ പിന്നെ അടഞ്ഞേ, സൺഡർ റെഡിയായി, ശ്രദ്ധിച്ചു, നമ്മൾ ചാടിപ്പോൾ അവിടെ നിന്ന് റെഡിയായി. പക്ഷെ നമ്മൾ ചാടുമ്പോൾ റെഡി ആയിട്ട് പറ്റാ കാര്യം, അപ്പോഴത്തേനും നമ്മൾ നേരെ പോവില്ലേ, അങ്ങനെ റെഡി ആയിട്ട് കാര്യമില്ല. എന്ത് ചാടിയിട്ടുണ്ട് എത്തുന്നില്ല, കണ്ട ആ ബ്ലോക്ക് ഫേക്കാണ്. ഓ എന്തൊന്ന് റെഡി ആത്തേക്ക്, ഇത് കളിച്ചണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. നമ്മൾ കുറച്ച് നേരം ട്രൈ ചെയ്തതിൻ്റെ ശേഷം ലാസ്റ്റ് നമ്മളെന്താണ് ഈ റൗണ്ട് കൊടുത്താണ്. തോനെ നമ്മൾ എന്താണ് ട്രൈ ചെയ്ത്, പക്ഷെ ഒന്നും നടന്നില്ല. ലാസ്റ്റ് എന്താ ഇത് ഇത്ര ഉള്ളതിന്, പക്ഷെ അതിനാണ് ഇപ്പം നമ്മൾ തോനെ എന്താണ് എന്തോ ഇതിപ്പോൾ ചാടി ചാടി പോയാൽ മതില്ല. ഇത് ഫേക്ക് ഉണ്ടാവോ, ഫേക്കാണ് പ്രശ്നം. ഈ ഫേക്ക് ഉണ്ടായാൽ ഭയങ്കര പ്രശ്നമാണ്. കണ്ടോ അത് ഫേക്കാണേ, ഇതേമാതിരി ഏതോ രീതിയിലും ഉണ്ട് ഇതേമാതിരി ഫേക്ക്. ഈ ഫേക്ക് വന്നിട്ടാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം നമ്മൾ നേരെ ഫേക്കുമൊക്കെ ചാടുമ്പോൾ നമുക്ക് കളി എടുക്കാൻ പറ്റൂല. അപ്പം നമ്മളത് അങ്ങനെ ഡയറക്റ്റ് അടിക്കാണ് ചാടി കഴിച്ചില്ലേക്കണ്, എറിഞ്ഞ് പറ്റാ. ഞാൻ വിചാരിച്ചാൽ നേരെ അടിയിക്ക് ഇനി അതിന് നേരെ ചാടേണ്ടി വരും. ഓ ഏതാ ഇവിടെ നിന്ന് കേട്ടോ, കണ്ടോ നേരെ മുകൾക്കന്ന്. എന്താ ഈ റൗണ്ട് ഈസിയാണ്. ഇതെന്താ കണ്ട തുടക്കം തന്നെ ഫേക്കാ, തുടക്കം തന്നെ ഫേക്ക് കൊണ്ടാണ് തുടങ്ങുന്നത്. അതും ഫേക്കാണ്. ഓ ഭാഗ്യം കഴിച്ചില്ലേ, കണ്ടോ. ഓ എന്തത് ഫേക്കാണ്. ഞാൻ പറഞ്ഞു ഫേക്ക് വെച്ച് നമ്മൾ നേരെ ഫേക്കുമൊക്കെ ചാടല്. ഇതിപ്പോൾ തോനെ നേരം കളിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഇത്ര കഴിക്കണത്.
അങ്ങനെ നമ്മൾ ഈ റൗണ്ട് നൈസായി കണ്ട് തീർത്തിക്കണേ. പിന്നെ എന്നെ വരുത്താൻ നോക്കിയാ. ഓ ഞാൻ വരുന്ന ഇതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുന്നിക്ക് മൂവ് ചെയ്ത് കണ്ട് ചാടിയില്ല. അവിടെ നിന്ന് വെറുതെ ചാടി കഴിഞ്ഞ ശേഷം ഞാൻ മൂവ് ചെയ്തത്. എടാ എന്ത് അത് നോക്കിയാ ഞാൻ അവിടെ വരെ എത്തിയാ ഞാൻ നേരെ ഡോറിൻ്റെ അടുത്തേക്കാണ് ചാടിയപ്പോത്തിന് ഡോർ അവിടുന്ന് പുറത്ത് തന്ന്. എടാ ഇപ്പൊ തന്നെ പെട്ടിനി. ഓ ഏതാ പ്രൊഫഷണൽ. ഇതാ തുടക്കം തന്നെ പിന്നെ ഇതാ ഫേക്ക്. ഈ ഫേക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. കണ്ടില്ലേ, ഫുള്ള് ഫേക്കാണ്. കണ്ട അതും ഫേക്കാണ്. ഭാഗ്യം ഇത് ഫേക്കല്ല. അവിടെ എന്താട്ടാ അവിടെ എന്താട്ട് പിന്നെ കണ്ട അവിടെ പിന്നെ നമ്മളെന്താട്ടാ അവിടെ പിന്നെ മോൾക്ക് ചാടാതെ. ഓ അടിയില് ഫുള്ള് ടെക്നോളജിയാണ്. അത് നമ്മളിതാ അടുത്ത ലെവല് സ്റ്റാർട്ട് ചെയ്തിരിക്കണ്. ഓ ഇത് തല കുത്തനുള്ളത് കളിച്ചാൻ ഭയങ്കര പ്രയാസമാണ്. ഉള്ളത് പറയല്ല, തല കുത്തനെ കളിച്ചാൽ ഭയങ്കര പ്രയാസമാണ്. കാരണം ഒരുമാതിരി ചടപ്പാണ്. ഒന്നും മനസ്സിലാവില്ല. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. ഡോറത് അപ്പുറത്തേക്ക് തന്നെ പോവുക. ഞാനാണ് ചാടി ഒരു വൈക്കയിക്കണ്. കണ്ടില്ലേ, തല കുത്തനെ നിന്നുകൊണ്ട് പണി വരുമ്പോ പ്രശ്നമാണ്. ഇത് ഫുള്ള് തല കുത്തനെ തോന്നുന്നുണ്ടല്ലേ റൗണ്ട്. ഇത് അടുത്തത് ഓ നമ്മളെന്തോ ഭാഗത്തിന് കഴിച്ചിലാണ്. അവിടെ 3 മുള്ളുകൾ പൊന്തുണ്ട്. അതിൻ്റെ അടി ഗ്യാപ്പ് ഉണ്ട്. അവിടേക്ക് ചാടണം. നമ്മൾ ഇവിടെ നിന്ന് നൈസായി കണ്ട് സ്കിപ്പ് ചെയ്തപ്പോൾ ഇവിടെ മുള്ളൂടെ ആ മുള്ള തെറ്റി. പണിയാണ് ഈ കാട്ടണത്. ഇവനെന്ത് ഈ കാട്ടണത്? ഇവന് മുള്ളു മതിരിക്ക് വെക്കണില്ല. എന്നാൽ അത് കാണിച്ചണ്ടേ ഇവിടേക്ക് മുള്ളുണ്ടാവുന്ന്. നമ്മൾ നേരെ മുള്ളുമ്മക്കല്ല ചാടണത്. ഓ എന്ത് കുഴപ്പമില്ല. നമ്മൾ ഈ റൗണ്ട് എന്തായാലും എടുക്കണം. അങ്ങനെ ഈ റൗണ്ട് നമ്മളെടുത്ത് അത് ഞാൻ അടുത്ത ലെവലയക്കണേ. ഇനി ഇതെന്താ സ്റ്റെപ്പ് കയറി നമ്മളതാ നേരെ ഓടണേ. ഇതാ കളി. ഓ അവിടെ മുന്നിൻ്റെ അപ്പത്തിന് ബ്ലേഡ് എന്തായി സ്പോണായി. അതാ ഈ ബ്ലേഡ് വലുതായി കണ്ട് നമ്മളെ നേരക്ക് വരും. പിന്നിപ്പോൾ ഇനിയിപ്പോൾ കളി ജയിച്ചോ? അത് നമ്മളിതാ നൈസായി കണ്ട് ഈ റൗണ്ട് കൊടുത്തിക്കണേ. എന്നിട്ട് അടുത്ത റൗണ്ട് ഡോറ് എന്താ എടാ നിന്നടാ അവിടെ. ഞാൻ വരുന്നുണ്ടപ്പോൾ ഫാസ്റ്റിൽ ഇതേമാതിരി ചാടി. കണ്ട അതവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ എന്തായാലും ചാടിപ്പോവും. ഇനി നമുക്ക് അവിടെ നിന്നതിൻ്റെ ശേഷം ചാടിയാൽ മതി. എന്താ ഇതെന്താ എടാ ഓ ഞാനത് അങ്ങനെ ഐസയിക്കാണ് അവിടെയും കഴിച്ചില്ലേ. നമ്മളിതാ ഈ ലെവലും ജയിച്ചിരിക്കണം. അത് അടുത്ത എന്താണ് ആ കൊള്ളി എന്താ നീങ്ങി കളിച്ചണേ. ഇതെന്നെങ്ങാനും ആവോ? ഇതിനെന്താ കാട്ടേണ്ടി? അടുത്ത കൊള്ളിമക്കാട് ഇല്ല, ഇവിടെ ടെലിപ്പോർട്ടർ വന്നിങ്ങനെ. ഞാൻ നേരെ അടുത്ത കൊള്ളിമക്ക് ചാടാം. എന്താണിത്? ഇതാ ടെലിപ്പോർട്ടർമക്ക് ചാടി ആ കൊള്ളി നിൽക്കുന്നിടത്തേക്ക് ഡയറക്റ്റ് ചാടുക.
ഇനി ആ ഹെലികോപ്റ്ററുമ്മേക്കന്നെ ചാടി. ഇനി ഇത് നേരെ ഇവിടുത്തെ കൊല്ലിമ്മക്ക് ചാടി. രണ്ട് ടെലിപോർട്ടറാ. ഓ ആ ടെലിപോർട്ടർ അപ്പോൾ ഫേക്ക് ആകാറില്ലേ? ഓന് എന്തോ ഭാഗ്യത്തിന് ജസ്റ്റ് മിസ് വെച്ചില്ലേ. അത് നമ്മളുടെ ഈ റൗണ്ട് അങ്ങനെ നൈസായി കണ്ടെടുത്തിക്കണേ. ഞങ്ങൾ അടുത്ത ലെവലാണ് കളിച്ചാണത്. ഇതിപ്പോൾ എന്തോ മനസ്സിലായി. സ്ക്രീൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളകുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മുന്നിലേക്ക് നിൽക്കുമ്പോൾ അത് ബാക്ക് എങ്ങനെയപ്പോൾ പറഞ്ഞു തരിക? ഇങ്ങനെ തന്നെ. ഇതാ അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ഇങ്ങനെ ജയിച്ച്. നമ്മൾ വീഡിയോ എടുത്ത് ഓരോരോ പേര് സംഭവിച്ചിരുന്നു. ഇതിപ്പോൾ വേറെ റൗണ്ടാണ്. അപ്പോൾ നേരത്തെ റൗണ്ട് അതിൻ്റെ ബാക്കി ഇവിടെ നമ്മൾ വീഡിയോ എടുത്തിട്ട് അത് എടുത്തിട്ടില്ല തോന്നുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുത്ത് എവിടെ എന്തോ സംഭവിച്ചേക്കണേ. അത് നമ്മൾ ഈ റൗണ്ട് അങ്ങനെ എടുത്തിക്കണേ. ഇതെന്താ? ഇത് അപ്പുറത്ത് ഫേക്കാണ് വന്നത്. അപ്പുറത്തുള്ള ഫേക്കാണ് ലാസ്റ്റ് വന്നത്. അത് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് തന്നെ ഇതാക്കേണ്ടത്. കണ്ടില്ല, അത് ഫേക്കാണ്. അത് നമുക്ക് ഈ റൗണ്ട് എടുക്കണം. ഇതിങ്ങനെ അടിയിക്ക് വരുമ്പോഴാണ്. പക്ഷെ ഈ റൗണ്ട് നല്ല രസമുണ്ട് കേട്ടോ, പറന്ന് നടക്കുക. ഈ റൗണ്ട് നല്ല രസമുള്ള റൗണ്ട്. അത് നമ്മൾ ഈ റൗണ്ട് എങ്ങനെ നൈസായി കണ്ടെടുത്തേക്കണേ. ഇനിയത് ഈ റൗണ്ട് കുഴപ്പമാണല്ല. ഈസി. ആ ഡോറുണ്ട് പോയോ. എൻ്റെ പൊന്നെ, എന്താ വന്ന് നമ്മൾ ഇടിച്ചത്. അത് ഡയറക്റ്റ് ഒറ്റ അരകൊണ്ട് വന്ന് നമ്മളെ ഇടിച്ചോണ്ട് വന്ന്. എന്താല്ലേ പെട്ടെന്ന് സ്പോണായി അവിടുന്ന്. അത് കണ്ടാ വരുത്തു നോക്കിയാ. അത് നമ്മൾ ഈ റൗണ്ട് അങ്ങനെ നൈസായി കണ്ടെടുത്തിക്കണ്. ഈ റൗണ്ട് ഇപ്പം എന്താ? ഇത് നമ്മൾ സ്ലോ മോഷനിലല്ലേ. നമ്മളെന്താ ഒന്ന് പെട്ടെന്ന് സ്ലോ ആയത്? നമ്മളവിടുന്ന് പെട്ടെന്ന് സ്ലോ ആയടാ. ഇനിയിപ്പോൾ നമ്മളെന്താ കാട്ടുക? കണ്ടില്ല, നമ്മളാ ബട്ടൺ നിൽക്കുമ്പോൾ സ്ലോ ആണ്. ബട്ടൺ നിൽക്കാതെ ബട്ടൺ നിൽക്കാതെ പോയാൽ മതി നമുക്ക്. കണ്ടാ, ബട്ടൺ നിൽക്കാതെ പോയാൽ മതി. അപ്പം നമ്മൾ സ്ലോ ആവില്ല. ഞാൻ അറിയാതെ അടിയിക്ക് പോയതിന്. അപ്പോൾ ഒന്ന് പറഞ്ഞപ്പോൾ ബട്ടൺ നിൽക്കാതെ അങ്ങനെ പോയി മുന്നിക്ക്. എന്താ ഈ റൗണ്ട് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഇതിൽ കൂടെ പോവാ, എന്നിട്ട് അവിടെ ബ്ലോക്ക് എന്താണ് അവിടെ സെൻറ്ററിൽ കൂടെ പോകാൻ നിൽക്കുമ്പോഴത്തേനും അവിടെ ബ്ലോക്ക് ആവും. അതേപോലെ നൈസായി കണ്ട് പിന്നെയും പൊട്ടിയിരിക്കണേ. ഇതെന്തോ ഒരു ബാലൻസ് കിട്ടണില്ല. ഇങ്ങനെ പറന്ന് കണ്ട് പെട്ടെന്ന് താഴ്ത്തി പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബാലൻസ് കിട്ടണില്ല. നമ്മൾ ഈ ബട്ടൺ നിൽക്കുമ്പോഴത്തേനും ഇതേപോലെ തുറക്കും. അടിയിൽ നിന്ന് 3 ബുള്ളറ്റ് വരും നമ്മളെ ഇതാക്കാൻ. ഇവിടെ എന്തെങ്കിലും ട്രാപ്പ് ഉണ്ടോ? ഇവിടെ പറഞ്ഞില്ല, ഇവിടെ ഉണ്ടാവും. അത് നമ്മൾ നൈസായി കണ്ട് അതൊക്കെ കടന്ന് കണ്ട് നമ്മൾ പോണ പോക്കണ്ടില്ലേ. അത് നമ്മൾ ഈ ബട്ടനും കൂടി നോക്കി കണ്ട് മോൾ ഭാഗം തുറന്നു നമുക്ക് നേരെ ഡോറുള്ള സ്ഥലത്തെത്താം. എടാ പെട്ട് പോയതുണ്ടാ. എന്ത് ഭാഗത്തിന് കഴിച്ചില്ല, ജസ്റ്റ് മിസ്. അത് നമ്മളിത് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കണേ. ഇത് കുറച്ച് റിസ്ക്കാ തോന്നുന്നുണ്ടല്ലോ. എന്തൊന്നും റെഡി ആണില്ലല്ലോ. എടാ എന്താ പെട്ടെന്ന് രണ്ടെണ്ണം ഒന്നുമില്ല. എടാ മൂന്നാമത്തെ എടാ അതേതാ മുന്നിൽ കയറണേ. ഇതേതാ മുന്നിൽ കയറണേ. ഇവിടെ ഒരു കട്ട ഉണ്ടായി, ചാടി നേരെ അങ്ങോട്ട് പോവാ. ആ കട്ടപ്പത്തിന് തിരിഞ്ഞു വന്നിട്ടാ 3 എണ്ണം.
ഇതെന്താ ഇതിൻ്റെ അടിയിൽ കൂടെ പോകേണ്ടി വരും അല്ലേ? കണ്ടാ ഇതെന്താ പോങ്ങാത്ത? എടാ നമ്മൾ അപ്പുറത്തേക്ക് കടക്കാനായില്ല. പിന്നെ ഇപ്പം എന്താ അവിടെ സംഭവിച്ചേ? നമുക്ക് അതിൻ്റെ മേൽക്കൂടെ കയറി പോകാൻ പറ്റുമോ? അതപ്പുറത്തേക്ക് കടക്കണതിൻ്റെ മുന്നേ നമ്മളെ ഇതാക്കുക, കൊല്ലുക. കണ്ടാ ഈ നേരം നമുക്ക് എടാ ഇതിന് മുകളിൽ കൂടെ കയറി പോകാനിനി വെറുതെ നമ്മൾ അടിയിൽ കൂടെ പോയി റിസ്ക് എടുത്ത്. എന്തൊരു ഈസിയാണ് ഇത് പറ്റാ. ഓ ഇത് നമ്മൾ വരുമ്പോൾ ഇങ്ങോട്ട് ഓടി ചാടാൻ പറ്റുമോ? അവിടെ നിന്ന് ചാടാൻ പറ്റുമോ? എടാ ഇത് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളെ തലേൻ്റെ മുകളിൽ ചാടുമ്പോൾ ഓരോ കട്ട വന്ന് നമുക്ക് ചാടാൻ പറ്റാത്ത അവസ്ഥയാക്കും. കണ്ടാ നമ്മൾ 2 സ്ഥലത്ത് ചാടാൻ ശ്രമിച്ച് ആ 2 സ്ഥലത്തും കട്ടന്ന്. അത് നമ്മളിപ്പോൾ തന്നെ അത് ഓടി തള്ളണി. ഓ ഓ കണ്ടേ നമ്മളതാ ഈ റൗണ്ട് അങ്ങനെ നൈസായി കണ്ടെടുത്തിക്കണ്. ഇതാ ഈ റൗണ്ട് എളുപ്പമായില്ല, ഇത്രേ ഉള്ളൂ. അത് ചാടറാ. എടാ ഇവന്താ ചാടാതെ പോയത്? അവിടെ അല്ലേ ചാടാനുള്ളത്, ഫേക്കാ. എടാ അത് ഫേക്കാടാ. അപ്പോൾ അത് ഫേക്കാണ്. നമ്മൾ നേരെ ഓടി വെക്കല്ലേ, എവിടെയെങ്കിലൊക്കെ. എടാ അങ്ങോട്ട് ഓടിയിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ മറ്റേ ആ ഇത് ബീരങ്ങിൻ്റെ അടുത്ത് ഓടിക്കണം. നമ്മൾ അടിയിലേക്ക് ചാടുമോ അറിയില്ല. നമ്മൾ നേരെ ബീരങ്ങിൻ്റെ അടുത്ത് ഓടി വെക്കാം. അവിടെ സമയം ഉണ്ടല്ലോ, ടൈമിംഗ് ഉണ്ടല്ലോ. കണ്ടില്ലേ അവിടെ അതാണ് ശരിക്കുള്ളത്. നമ്മളിത് അങ്ങനെ നൈസ് ചെയ്താണ്ട് ഈ റൗണ്ട് അങ്ങനെ എടുത്തിക്കണ്. ഇതാ ലാസ്റ്റ് റൗണ്ട്. ഓ എടാ ഇതാ മറ്റേ കൊള്ളിങ്ങനെ ഒന്ന് നമ്മൾ ഇടിച്ചാണുള്ളത്. ഇത് സീനാണ്, ഇത് നടക്കുള്ളത്. ഇത് എത്ര മതി കഷ്ടപ്പെട്ടെന്നറിയോ? കണ്ടാ അപ്പോൾ ഇതിന് മാറി ആ കൊള്ളി നമ്മളെ തട്ടി. അത് വീഡിയോ ഞാൻ എന്താണ് സ്പീഡാക്കിയത്. എന്താണ് ഇത് മെല്ലെ കാണുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ മടുപ്പുണ്ടാകും. വീഡിയോ ഞാൻ എന്താ പരമാവധി സ്പീഡാക്കിയാണ്. അത് നമ്മൾ നൈസായി കണ്ടത് ഈ റൗണ്ട് അങ്ങനെ എടുത്തിക്കണേ. അപ്പോൾ അങ്ങനെ നമ്മൾ ലെവലിൻ്റെ ഈ പാർട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താണ് കംപ്ലീറ്റ് ആക്കുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.